അന്യഗ്രഹ നാഗരികതയുടെ ഷിപ്പാണെന്നും അതുപോലെ തന്നെ ഏലിയൻ പ്രോബാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലർ കോമറ്റിലെ 3A ആറ്റ്ലസ്. ഈ 3A ആറ്റ്ലസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലർ കോമറ്റിന്റെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നാസ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയലർ കോമറ്റ് വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് അവർ പറയുന്നത്. അവരുടെ കണ്ടെത്തൽ, അതായത് നാസ സ്വിഫ്റ്റ് ഒബ്സർവേറ്ററി നിരീക്ഷണത്തിൽ നിന്നും നമ്മുടെ ജലത്തിൻ്റെ ഉപോൽപ്പന്നമായിട്ടുള്ള ഹൈഡ്രോക്സിലിൻ്റെ ഒരു ട്രേസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ 40 കിലോഗ്രാം പെർ സെക്കൻഡിലാണ് അത് വാട്ടർ സ്പ്രേ ചെയ്യുന്നതെന്നാണ് അവരുടെ കൺക്ലൂഷൻ. സാധാരണ ഇങ്ങനെ ഒരു പ്രതിഭാസം ഒരു കോമറ്റിലും ഒരു ആസ്ട്രോയിഡിലും ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇത് ടോട്ടലി സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യവും കണ്ടെത്തലുമാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. കോമറ്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു ധൂമകേതു എന്നൊക്കെ പറയുന്നതിന് ഒരു കൃത്യമായ വാലും അതിൻ്റെതായ ഒരു രൂപമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ വാല് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഈ സബ്ലിമേഷൻ സംഭവിക്കണമെങ്കിൽ ഈ കോമറ്റ് സൂര്യനിൽ നിന്നും 2.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ടു 3 ആസ്ട്രോണമിക്കൽ യൂണിറ്റിന് ഇടയിലായിരിക്കണം. അതായത് അതിനൊരു അതിർത്തി ഉണ്ട്. ആ സ്നോ ലൈനാണ് ഈ അതിർത്തിക്ക് പറയുന്നത്. ഈ സ്നോ ലൈനിനുള്ളിലാണെങ്കിൽ ആ കോമറ്റിന് സബ്ലിമേഷൻ സംഭവിക്കാം. സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഐസ് ഉരുകി വാതക രൂപത്തിലെ ഒരിക്കലും ഐസ് സൂര്യന്റെ ചൂട് കൊണ്ട് വാതകമായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ പറയുന്ന 3A ആറ്റ്ലസ് എന്ന് പറയുന്ന കോമറ്റ് സൂര്യനിൽ നിന്നും 3 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സിനും അകലെ ആയിരിക്കുമ്പോഴാണ് അതിന് ഇത്തരത്തിലുള്ളൊരു വാട്ടർ സ്പ്രേ ഒരു പ്രോസസ്സ് ഒരു ഫിനോമിനൻ നടക്കുന്നത്. ഇത് സാധാരണ കോമറ്റുകളിൽ തീരെ ഇല്ലാത്ത ഒരു പ്രധാന കണ്ടെത്തലാണ്. അപ്പം പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ തോണം കണ്ടതും നമ്മൾ അറിഞ്ഞതും ഒന്നുമല്ല. ഈ ഒരു കോമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിക്ക് പുറത്തുള്ളൊരു ഗാലക്സിയെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാനും ഭയങ്കര വലിയൊരു കണ്ടുപിടുത്തത്തിലേക്കുള്ള ഇൻപുട്സ് തരാനും പ്രാപ്തമാണ്. ഇനി കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു തള്ളിമറിക്കലാണ്. പ്ലാനറ്റ് 9 എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സെയിം സെന്റൻസ്, ഞാനത് ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ ചേർക്കുന്നുണ്ട്, സെയിം സെന്റൻസ് ഞാൻ എഴുതിയിരുന്നു. ആസ്ട്രോയിഡ്, എൻ്റെ ആസ്ട്രോയിഡ്, കഥാനായകനായിട്ടുള്ള ആസ്ട്രോയിഡ് ദ്രാവക രൂപത്തിലുള്ള ഒരു എന്തോ ഒന്ന് ഫോം ചെയ്ത് സ്പ്രേ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള എക്സാക്ട് സെന്റൻസ് ആണ് എഴുതിയിരുന്നത്. അപ്പോൾ അന്ന് അത് വായിച്ചിട്ട് ഈ ഫിസിക്സിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോസിബിൾ ആണോ, അതൊരു വിയേർഡ് ആയിട്ടുള്ള ഒരു എഴുത്തായി പോയില്ലേ എന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് റിഗ്രറ്റ് ചെയ്തിരുന്നു, ചേട്ടാ അത് വേണ്ട, ഒന്നുകൂടെ ആലോചിക്കാമായിരുന്നു എന്ന്. പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഫാൻറ്റസി ആയിട്ട് കാണുന്ന ഓരോ കാര്യങ്ങളും ശരിക്കും അത് സാധ്യമാണ് എന്ന് പറയുന്നത് സയൻസിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഫാൻറ്റസിയാന്ന് വിചാരിക്കും, പക്ഷെ സയൻസിന് എന്തും പോസിബിൾ ആണ്. സയൻസിന് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നും